6 വർഷത്തിലേറെയായി ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറായി വിരാജിക്കുകയാണ് എർലിംഗ് ഹാലൻഡ്. 2022 സീസണിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വന്നതോടെ ലോകത്താകമാനം ആരാധകരായി. ഇക്കഴിഞ്ഞ അമേരിക്കൻ ലോകകപ്പോടെ ഹാലൻഡ് വേൾഡ് ബ്രാൻഡായി. സീസണൽ ഫുട്ബോൾ ഫാൻസും അല്ലാത്തവരും എല്ലാം ഹാലൻഡിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ലോകകപ്പിന് മുൻപ് 4 കോടി ഫോളോവേഴ്സാണ് ഇൻസ്റ്റയിൽ ഹാലൻഡിനുണ്ടായിരുന്നത്. ലോകകപ്പോടെ അത് 7 കോടിയും കടന്നു. ഫോളോവിംഗ് മാത്രമല്ല, എല്ലാവരും ഹാലൻഡിൻ്റെ സ്റ്റൈലും മറ്റും അനുകരിക്കാനും തുടങ്ങി. ഹാലൻഡ് ആവട്ടെ എല്ലാവർക്കും ലൈക്കും കമൻറ്റും നൽകി തലക്കനമൊന്നും കാണിച്ചതുമില്ല. ലോകകപ്പ് സമയത്തും ശേഷവും ഹാലൻഡിൻ്റെ ഹെയർ സ്റ്റൈലായിരുന്നു മിക്കവരും റീൽ കണ്ടൻ്റാക്കിയത്. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഹാലൻഡിൻ്റെ ഗോൾഡൻ പോണി സ്റ്റൈൽ ഹെയർ സ്റ്റൈലിൻ്റെ ഫാൻസായി. എന്നാൽ ഇപ്പോഴിതാ പുതിയ സീസണിൽ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് നോർവീജിയൻ താരം. തൻ്റെ ട്രേഡ്മാർക്ക് ഹെയർ സ്റ്റൈൽ പറ്റവെട്ടി ബസ്കട്ടുമായാണ് താരത്തിൻ്റെ വരവ്. മുടിമുറിച്ച ശേഷമുള്ള തൻ്റെ പുത്തൻ ലുക്ക് ഹാലൻഡ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഷോർട്ട് ഹെയർ ഡോണ്ട് കെയർ എന്നാണ് ഹാലൻഡ് പുതിയ ഹെയർ സ്റ്റൈൽ ലുക്കിനൊപ്പം ക്യാപ്ഷനായി നൽകിയത്. തൻ്റെ സുഹൃത്തുക്കളെ ഉടൻ വിളിക്കുകയും പുതിയ ഹെയർ സ്റ്റൈൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ കോച്ച് പെപ് ഗാർഡിയോളയാണ് ആദ്യം വീഡിയോ കോളിൽ വിളിച്ചത്. മുടിയുള്ള നീ ഭാഗ്യവാനാണെന്നായിരുന്നു പെപ്പിൻ്റെ പ്രതികരണം. അത്തരമൊരു മുടിക്ക് കൊതിക്കുകയാണെന്നും പെപ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിറ്റിയിലെ തൻ്റെ സഹതാരമായിരുന്ന ജാക്ക് ഗ്രീലിഷ് 10 വയസ്സ് കുറഞ്ഞുവെന്നാണ് ഹാലൻഡിനോട് പറഞ്ഞത്. ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും ഗ്രീലിഷിൻ്റെ വാക്ക്. സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചാണ് ഏറ്റവും രസകരമായ പ്രതികരണം നടത്തിയത്. സ്ലാട്ടന് വിളിക്കുന്നതിന് മുൻപേ മുടിയൊരിക്കലും മുറിക്കരുതെന്ന് സ്ലാട്ടൻ പറഞ്ഞിരുന്നതായി ഹാലൻഡ് വെളിപ്പെടുത്തിയിരുന്നു. നീ എന്ത് പണിയാണ് കാണിച്ചതെന്നായിരുന്നു സ്ലാട്ടൻ്റെ പ്രതികരണം. ബെറ്റിൽ വല്ലതും തോറ്റോ എന്ന് ചോദിച്ച സ്ലാട്ടൻ തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ ഫുട്ബോളിലെ സൂപ്പർ താരങ്ങൾ കമൻറ്റുമായി എത്തി. ഹാലൻഡിൻ്റെ ട്രേഡ്മാർക്ക് കമൻറ്റായ നൈസ് എന്നായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിൻ്റെ കമൻറ്റ്. നോ വേ എന്ന് ബെല്ലിംഗ്ഹാം കമൻറ്റ് ചെയ്തു. ന്യൂ സീസൺ ന്യൂ ഹെയർ സ്റ്റൈൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു. അമ്മയായിരിക്കും ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയതെന്ന രസകരമായ മലയാളത്തിലുള്ള കമൻറ്റുകളും ഇഷ്ടം പോലെയുണ്ട്. എന്തായാലും പുത്തൻ ഹെയർ സ്റ്റൈലുമായി സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ സിറ്റിക്ക് വേണ്ടി ഹാലൻഡിന് പക്ഷേ ഗോളടിക്കാനായില്ല. ബേൺമൗത്തിനെ 2-1 തോൽപ്പിച്ച സിറ്റിക്കായി മാർക്ക് ഗുവേഹിയും ജോസ്കോ ഗ്വാഡിയോളുമാണ് ഗോളടിച്ചത്. പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ വർഷത്തെ ഗോൾഡൻ ബൂട്ട് ജേതാവാണ് ഹാലൻഡ്. 35 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ പോയ സീസണിൽ ഹാലൻഡ് നേടിയിരുന്നു. ഹാലൻഡിനെ സംബന്ധിച്ച് തൻ്റെ നീളൻ സ്വർണ്ണ തലമുടി വെറുമൊരു ഹെയർ സ്റ്റൈൽ മാത്രമായിരുന്നില്ല. ഹാലൻഡും ടീമും അതൊരു ബിസിനസ് ബ്രാൻഡാക്കി മാറ്റിയിരുന്നു. 2024 മുതൽ ഹാലൻഡ് മുടി കെട്ടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന കെനക്കി എന്ന ഹെയർ ടൈ നിർമ്മിക്കുന്ന നോർവീജിയൻ കമ്പനിയായ ബോണ്ടപ്പിൻ്റെ ഷെയർ വാങ്ങിച്ചു. ലോകകപ്പിന് തൊട്ടു മുമ്പ് ജൂൺ മാസത്തിൽ കമ്പനി ഒരു ലിമിറ്റഡ് ഹാലൻഡ് എഡിഷൻ വിപണിയിലിറക്കി. ജേഴ്സിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ 8 ഹെയർ ടൈകളുടെ സെറ്റ് ചൂടപ്പം പോലെ വിറ്റുപോയി. റബ്ബർ ബാൻഡിൽ നേർത്ത നൂല് കോർത്തിണക്കി നിർമ്മിച്ചതാണ് ഹെയർ ടൈകൾ. 3 യൂറോയാണ് ഒന്നിൻ്റെ വില, ഏകദേശം 330 ഇന്ത്യൻ രൂപ. 1987 ദക്ഷിണ കൊറിയയിലാണ് ഈ ബ്രാൻഡിന് തുടക്കം കുറിച്ചത്. 2015 നോർവീജിയൻ ആക്സസറീസ് ബ്രാൻഡായ ബോണ്ടപ്പ് ഏറ്റെടുത്തു. മുടിയുടെ രഹസ്യമെന്ന പരസ്യത്തോടെ ക്ലിയർമെൻ ഷാംപൂവിൻ്റെ ആഗോള അംബാസഡറും ഹാലൻഡ് തന്നെയാണ്. തൻ്റെ പേരും രാജ്യത്തെയും കൃത്യമായി ബ്രാൻഡ് ചെയ്യുന്നയാളാണ് ഹാലൻഡ്. ലോകകപ്പ് സമയത്ത് നോർവേയുടെ വിഖ്യാതമായ വൈക്കിംഗ് റോ സെലിബ്രേഷൻ ഗൂഗിൾ ഡൂഡിൽ ചെയ്തിരുന്നു. ഹാലൻഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിച്ച വൈക്കിംഗ് റോ ആനിമേഷനൊക്കെ വൻ തരംഗമായിരുന്നു അന്ന്. നോർവേയിലെ ബ്രൈൻ ക്ലബിനായി കളിക്കുമ്പോൾ തൻ്റെ സഹതാരങ്ങളായ എറിക് ബോത്തിങ്, എറിക് ടോബിയാസ് സാൻസ്ബർഗ് എന്നിവർക്കൊപ്പം ഹാലൻഡ് ഫ്ലോക്കിങ്സ് എന്ന പേരിൽ ഒരു റാപ്പ് ബാൻഡ് രൂപീകരിച്ചിരുന്നു. പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെതിരായ മത്സരത്തിൽ ഹാലൻഡ് ഇരട്ട ഗോളുകൾ നേടി നോർവേയെ 2-1 വിജയത്തിലേക്ക് നയിച്ചതോടെയാണ് ഈ പഴയ ഗാനം വീണ്ടും തരംഗമായതും. കൈഗോ ഇതിൻ്റെ റിമിക്സ് ഒരുക്കി. ഇൻസ്റ്റാഗ്രാമിൽ ഈ റിമിക്സ് പങ്കുവെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഔദ്യോഗികമായി ഒരു കലാകാരനായോ എന്ന് ഹാലൻഡ് തമാശയായി കുറിക്കുകയും ചെയ്തിരുന്നുവെന്ന്. മാത്രമല്ല, ലോകകപ്പിന് ശേഷം നോർവേ ടീം നാട്ടിലെത്തിയപ്പോൾ ശ്രദ്ധേയമായത് ഹാലൻഡ് തന്നെയായിരുന്നു. ഹാലൻഡിൻ്റെ ഷോൾഡർ ബാഗിലെ സ്പെഷ്യൽ സാധനവും അങ്ങനെ ഹിറ്റായി. റാക്കൂണിൻ്റെ തൊലിയിൽ സ്റ്റഫ് ചെയ്ത വിസ്കിയായിരുന്നു അത്. ലോകകപ്പിനിടെ ഡാലസിലെ വൈൽഡ് ബിൽസ് വെസ്റ്റേൺ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു അത്. ഹാലൻഡ് എത്തിയ ചിത്രങ്ങൾ സ്റ്റോർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെ വിസ്കി റാക്കൂൺ നിമിഷങ്ങൾ കൊണ്ട് വിറ്റുപോയി.
ഏറ്റവും കടുപ്പമേറിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് വേണ്ടി ഗോളടിച്ചു കൂട്ടുമ്പോൾ ഹാളണ്ട് എന്താ റോബോട്ടോ എന്നുവരെ സംശയിച്ചവരുണ്ടായിരുന്നു. കളിക്കളത്തിൽ മാത്രമല്ല ദിനചര്യയിലും കൗതുകങ്ങളും വൈവിധ്യങ്ങളും ഏറെയുണ്ട് ഹാളണ്ടിന്. ഒരു ദിവസം ഏതാണ്ട് 6000 കലോറി ഭക്ഷണമെങ്കിലും താരം കഴിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡോ കൊഴുപ്പുള്ള ആഹാരമോ അല്ല ഇത്. പശുവിൻ്റെ ലിവർ, ഹൃദയം എന്നിവ ഹാളണ്ടിൻ്റെ പ്രധാന ഭക്ഷണമാണ്. അയേണും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയ ഈ പരമ്പരാഗത ഭക്ഷണമാണ് തൻ്റെ കരുത്തിൻ്റെ രഹസ്യമെന്ന് ഹാളണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രമാണ് ഹാളണ്ട് കുടിക്കുന്നത്. ഇതിനായി പ്രത്യേക വാട്ടർ ഫിൽട്രേഷൻ സംവിധാനം താരം ഉപയോഗിക്കുന്നു. പിതാവ് ആൽഫിയാണ് ഹാളണ്ടിൻ്റെ ചീഫ് കുക്ക്. ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, രാവിലെ സൂര്യപ്രകാശം കണ്ണിലും ശരീരത്തിലും ഏൽപ്പിക്കുന്ന ദിനചര്യയുണ്ട് ഹാളണ്ടിന്. വേഗതയ്ക്കായി എപ്പോഴും ഹിൽ സ്പ്രിന്റ് അഥവാ കുത്തനെയുള്ള മലയിലേക്ക് ഓടിക്കയറുന്ന എക്സസൈസാണ് ചെയ്യുന്നത്. ദിവസവും 10 മുതൽ 11 മണിക്കൂർ വരെയാണ് താരം ഉറങ്ങുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഹാളണ്ട് പ്രത്യേകതരം ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് കണ്ണടകൾ ധരിക്കുന്നു. TV, മൊബൈൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം കണ്ണുകളിൽ പതിക്കാതിരിക്കാനും ശരീരത്തിലെ മെലറ്റോണിൻ ഹോർമോണിൻ്റെ അളവ് കൃത്യമായി നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ഉറക്കത്തിൻ്റെ ദൈർഘ്യവും ഹൃദയമിടിപ്പും അളക്കാൻ സ്ലീപ്പ് ട്രാക്കറും ഹാളണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹാളണ്ടിനെ കുറിച്ച് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്: സിംഹത്തിന് വിശക്കുമ്പോൾ അത് ഇരയെ വേട്ടയാടി തിന്നുക തന്നെ ചെയ്യുമെന്ന്. എന്തായാലും പുത്തൻ ലുക്കിലും ഹാളണ്ട് ഗോളടിച്ചു കൂട്ടുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ.